നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും കനലരിയുകയാണ്. ഒരു വശത്താകട്ടെ സമാധാനത്തിനുള്ള നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ, അതായത് സ്വിറ്റ്സർലൻഡിലെ പർവ്വതനിരകളിൽ ഈ നയതന്ത്ര ചർച്ചകൾ ആരംഭിക്കുമ്പോൾ, മറുവശത്ത് എന്താണ് നടക്കുന്നത്? ലോകത്തിന്റെ സാമ്പത്തിക ഞരമ്പായ ഹോർമൂസ് കടലിടുക്ക് ഇറാനും അമേരിക്കയും തമ്മിലുള്ള കടുത്ത വാക്പോര് തുടരുകയാണ്. അപ്പോൾ ഒരു വശത്ത് സമാധാനവും മറ്റൊരു വശത്താകട്ടെ വാക്പോരും തുടരുന്നു. എന്തായാലും ലെബനിൽ ഇസ്രയേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ അമേരിക്ക ഇറാൻ പ്രാഥമിക കരാറിന്റെ ലംഘനമാണ് എന്ന് ആരോപിച്ച് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി പ്രഖ്യാപിക്കുകയാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം. അതായത് എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഒരുപാട് നാളായിട്ട് നേരിടുന്നതാണ്. എന്നാൽ ആഗോള എണ്ണക്കടത്തിന്റെ കേന്ദ്രമായ ഈ ജലപാതയിലൂടെ ഇപ്പോഴും കപ്പലുകൾ സുരക്ഷിതമായി നീങ്ങുന്നുണ്ട് എന്ന അവകാശം അമേരിക്കൻ സൈന്യം ഉന്നയിക്കുന്നുണ്ട്. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലും തെക്കൻ മേഖലകളിലും ഇസ്രയേൽ നടത്തിയ ശക്തമായ വ്യോമാക്രമണങ്ങളിൽ 47-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പിനെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ ഈ പൊടുന്നനെയുള്ള നീക്കം. എന്നാൽ ഈ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച 14 ഇന ധാരണാപത്രത്തിന്റെ കർശനമായ ലംഘനമാണ് ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. അതായത് യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ ആഴ്ച ആദ്യം അമേരിക്കയും ഇറാനും ഒരു പ്രാരംഭ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഒരു സ്ഥിരമായ അന്തിമ കരാറിലെത്താൻ ഇരുപക്ഷവും സമ്മതിച്ചിരുന്നതുമാണ്. എന്നാൽ ഇറാന്റെ ആക്രമണങ്ങൾ ഈ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനാണ് എന്ന് ഹിസ്ബുള്ളയും ഇറാനും വിശ്വസിക്കുന്നത്. ഇതിന് മറുപടിയായാണ് തങ്ങളുടെ സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വഴി ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇറാൻ. ലോകത്തിന്റെ സാമ്പത്തിക ഭദ്രത നിലനിർത്തുന്നതിൽ ഹോർമൂസ് കടലിടുക്ക് എന്ന ഈ ചെറിയ ജലപാതയ്ക്കുള്ള പങ്ക് അത്രമേൽ വലുതായതുകൊണ്ടാണ് ഇറാൻ ഇതിനെ എപ്പോഴും ഒരു തന്ത്രപ്രധാന ആയുധമാക്കി തീർക്കുന്നത്. അമേരിക്ക എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കുകൾ അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ അസംസ്കൃത എണ്ണ ടാങ്കറുകൾക്ക് സഞ്ചരിക്കാൻ അനുസരിച്ചുള്ള, അതായത് ആ പാകമുള്ള ആഴമുള്ള ഈ ഇടുങ്ങിയ കടലിടുക്കിയെ പ്രതിദിനം ഏകദേശം 20 ദശലക്ഷം ബാരൽ എണ്ണ ഉൽപ്പന്നങ്ങളും കടന്നു പോകുന്നുണ്ട്. ഇത് ആഗോളതലത്തിൽ തന്നെ കടൽ മാർഗം കടത്തുന്ന എണ്ണയുടെ 1/3 ഭാഗം മാത്രമാണ്. പ്രതിവർഷം ഏകദേശം ഇതെന്ന് പറയുന്നത് ഒരു $600 ബില്യൺ ഊർജ വ്യാപാരം നടക്കുന്ന ഈ പാത നേരത്തെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ഇറാൻ തടഞ്ഞിരുന്നു. ഇത് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചതായുള്ള ഇറാന്റെ പ്രഖ്യാപനങ്ങൾ എപ്പോഴും നിലനിൽക്കുമ്പോഴും നിലവിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ല എന്നാണ് അമേരിക്കയുടെ വാദം. ഒറ്റ ദിവസം തന്നെ 55 വാണിജ്യ കപ്പലുകൾ 17 ദശലക്ഷം ബാരലിലധികം എണ്ണയുമായി ഇതിലൂടെ സുരക്ഷിതമായി കടന്നുപോയതായാണ് അവർ വ്യക്തമാക്കുന്നത്. ഈ തന്ത്രപ്രധാന പാതയിലൂടെ സുരക്ഷ ഉറപ്പാക്കാനും ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നു എന്ന് ഉറപ്പുവരുത്തുവാനും അമേരിക്കൻ സൈന്യം പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾക്കിടയിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല ചർച്ചകൾക്ക് സ്വിറ്റ്സർലൻഡിലെ ബെർഗൻ സ്റ്റോക്ക് റിസോർട്ടിൽ തുടക്കമാവുകയാണ്. ഇറാനിയൻ ആണവ പ്രശ്നത്തിലും ലെബനിലെ വെടിനിർത്തൽ വിഷയത്തിലും പുരോഗതി ഉണ്ടാക്കുകയാണ് ഈ ചർച്ചകളുടെ പ്രധാന ലക്ഷ്യം. പശ്ചിമേഷ്യയിലെ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ചർച്ചകളിൽ വളരെ നിർണായകമായ ഒരു മധ്യസ്ഥ പങ്കാണ് പാകിസ്ഥാൻ വഹിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ഇസ്ലാമാബാദ് ധാരണാപത്രം സാധ്യമാക്കിയതിൽ പാകിസ്ഥാന്റെ മുൻകാല ഇടപെടലുകൾ വളരെ വലുതായിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം. എന്തായാലും സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ഈ ഒരു പുതിയ റൗണ്ട് ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാക് സായുധ സേനാ മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറും നേരിട്ടാണ് പങ്കെടുക്കുന്നത്. അമേരിക്കയെ പ്രതിനിധീകരിച്ച് വൈസ് പ്രസിഡന്റ് JD വാൻസും പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജാരഡ് കുഷ്ണറും എന്നിവരും ഇറാന്റെ ഭാഗത്തുനിന്ന് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഖർ ഖാലിഫും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി എന്നിവരുമാണ് ഈ സുപ്രധാന സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. ഏതായാലും ഇസ്രായേൽ തങ്ങളുടെ സൈന്യത്തെ ലെബനിൽ നിന്ന് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല, അതായത് നിലവിൽ. അപ്പോൾ ഹിസ്ബുള്ളയുമായുള്ള തങ്ങളുടെ പോരാട്ടം ഇറാനുമായുള്ള കരാറിന്റെ ഭാഗമല്ല എന്നാണ് ഇസ്രായേൽ ഉന്നയിക്കുന്ന വാദം. അതേസമയം ഇറാൻ വിദേശകാര്യ മന്ത്രാലയം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അമേരിക്ക തങ്ങളുടെ പ്രതിബദ്ധതകൾ പാലിക്കണമെന്നും ലെബനിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാൻ US സമ്മർദ്ദം ചെലുത്തണം എന്നാണ് ഇറാന്റെ ആവശ്യം. അപ്പം എങ്ങനെയെങ്കിലും അത് ഇറാൻ പ്രശ്നങ്ങളിൽ ഇടപെടാതെ നിൽക്കണമെങ്കിൽ അവിടെ ഇസ്രായേൽ ഒതുങ്ങിയാൽ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്ന് ഇറാൻ വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കുകയാണ്.